ഹായ് നമസ്തേ. പ്രീമീസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രീമീസ് കിച്ചണിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഉപ്പേരിയാണ്. എല്ലാവർക്കും വാഴപ്പിണ്ടി കൊണ്ടുള്ള ഉപ്പേരിയും തോരനും ഒക്കെ വയ്ക്കാൻ അറിയാം. എങ്കിലും നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഉപ്പേരിയാണ്. വാഴപ്പിണ്ടി കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ്. പ്രമേഹത്തിന് നല്ലൊരു പരിഹാരമാണ് വാഴപ്പിണ്ടി ജ്യൂസ്. രാവിലെ 1 കപ്പ് വാഴപ്പിണ്ടി ജ്യൂസ് കഴിക്കുന്നത് അസിഡിറ്റി ഒഴിവാക്കാനായിട്ട് സാധിക്കും. വാഴപ്പിണ്ടി ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മൂത്രാശയത്തിലെ കല്ല് പ്രതിരോധിക്കാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു മാർഗം കൂടിയാണ്. കിഡ്നിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കാൽസ്യം നീക്കം ചെയ്യാനും വാഴപ്പിണ്ടി സഹായിക്കും. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ വാഴപ്പിണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട്. വാഴപ്പിണ്ടി നിസ്സാരക്കാരനല്ല. അപ്പോൾ നമുക്കിന്ന് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് വാഴപ്പിണ്ടിയെല്ലാം നമ്മൾ വാഴത്തണ്ട് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ നേരം ഇങ്ങനെ വെച്ചാൽ വെള്ളത്തിലിടാതെ വെച്ചാൽ വാഴത്തണ്ട് കറുത്തു പോകും. അതുകൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതെല്ലാം നാരെല്ലാം കളയാൻ വേണ്ടിയിട്ട് നമുക്ക് മരത്തിൻ്റെ തവിയാണ് എടുത്തുള്ളത്. അതിങ്ങനെ വെള്ളത്തിലിങ്ങനെ ചുറ്റിച്ചെടുത്താൽ 3-4 പ്രാവശ്യം ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിലെ വാഴത്തണ്ടിലെ നാരെല്ലാം നമുക്ക് മരത്തിൻ്റെ തവിയിൽ ചുറ്റി വരുന്നത് കാണാം. കണ്ടില്ലേ? ഇപ്പോൾ 3-4 പ്രാവശ്യം എടുക്കുമ്പോഴേക്കും നമുക്ക് അതിലെ നാരെല്ലാം നമുക്ക് മാറ്റാൻ കഴിയും. നമ്മൾ നാരെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ അതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ ഊറ്റിക്കളഞ്ഞിട്ട് വേണം കറി വയ്ക്കാനായിട്ട്. നമ്മൾ നാരെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം നമുക്കൊന്ന് ഊറ്റിക്കളയാം. നല്ലതുപോലെ പിഴിഞ്ഞ് വെള്ളമെല്ലാം ഊറ്റിക്കളയാം. അപ്പോൾ നമ്മളതിലെ വെള്ളമെല്ലാം നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കറി വയ്ക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 20ഓളം ചെറിയ ഉള്ളിയാണ് ഞാൻ ചതച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ വാഴത്തണ്ടൊക്കെ കറി വയ്ക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എല്ലാവർക്കും തോന്നും. അത് വെട്ടിയെടുത്ത് അത് അരിഞ്ഞ് അതിൽ നാരെല്ലാം കളയാൻ എല്ലാവർക്കും ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞിലൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് വാഴത്തണ്ട് കൊണ്ടുള്ള കറി കഴിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വാഴത്തണ്ടിൽ ചെറുപയർ ചേർത്തിട്ട്, മുതിര ചേർത്ത്, പിന്നെ അരിപ്പൊടി ചേർത്ത്, അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള കറികൾ നമുക്ക് വാഴത്തണ്ട് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഞാൻ ചേർത്ത് കഴിച്ചിട്ടുമുണ്ട്. ഇന്നെല്ലാവർക്കും ഒരുപക്ഷെ അത് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മളിതേ ചെറിയ ഉള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 സ്പൂണ് മുളക്, വറ്റൽ മുളക് ചതച്ചതാണ്, ചുവന്ന മുളക്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് അത് ഇളക്കി കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാതെ മുളക് പൊടി കരിഞ്ഞു പോകാതെ നോക്കുക. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴത്തണ്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വേവിക്കാം. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും, 1/2 സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളകും ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2-3 പ്രാവശ്യം ഇതുപോലെ മൂടി വെച്ച് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. പിന്നെ അതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി വരികയും വേണം. അതുകൊണ്ട് 3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലെ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തൊന്ന് മൂടി വെച്ച് വേവിക്കാം.
അപ്പോൾ എല്ലാവരും ഒന്ന് വാഴത്തണ്ട് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ കളയാതെ കറി വയ്ക്കുക. ഒരുപാട് ഗുണങ്ങളാണ്. ഇരുമ്പിൻ്റെ കലവറയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഴത്തണ്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ വാഴത്തണ്ടിലുള്ളത്. വാഴത്തണ്ട് നിസ്സാരക്കാരനല്ല. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു കറിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും വാഴത്തണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എല്ലാ ഭാഗത്തും ഉപ്പും മുളകെല്ലാം എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വെന്ത് വരും. പ്രത്യേകിച്ച് വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ വാഴത്തണ്ടിലെ വെള്ളം മാത്രം മതിയാവും നമുക്ക് കറി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വാഴത്തണ്ട് കൊണ്ടുള്ള വാഴത്തണ്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലൊന്ന് വാഴത്തണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക, അഭിപ്രായം ഒന്ന് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ്, നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ ബൈ.